പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയൊരു തിരുനാളിൻ്റെ തലേരാത്രിയിലാണ് നാം. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ. തൊഴിലിന് അത്രയേറെ പ്രാധാന്യമില്ലാത്ത, എന്നാൽ തൊഴിൽ ചെയ്യാതെ വേതനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മധ്യമുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ അതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്തിട്ടും അർഹമായ വേതനം ലഭിക്കാത്ത, നീതിപൂർവകമായി മുതലാളിമാരാൽ പലപ്പോഴും തിരസ്കരിക്കപ്പെടുന്ന ഒരു സമൂഹവും നമ്മുടെ മധ്യത്തിലുണ്ട്. വിശുദ്ധ യൗസേപ്പിൻ്റെ തൊഴിലാളി മധ്യസ്ഥൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതിനുള്ള പ്രാധാന്യം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തന്നെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, ഇതൊരു മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ അധ്വാനത്തിൻ്റെ അതോടൊപ്പം തന്നെ ദൈവ സൃഷ്ടി കർമ്മത്തിൻ്റെ പങ്കുചേരൽ കൂടിയാണ്. ദൈവം നടത്തിയ സൃഷ്ടികർമ്മത്തിൽ നാം പങ്കുചേരുമ്പോൾ ഈ ലോകത്തിൻ്റെ വളർച്ചയുടെയും പൂർണ്ണതയുടെയും ഭാഗമായി നാം മാറുമ്പോൾ, ശാസ്ത്രത്തെയും പുതിയ രീതികളെയും ഉപയോഗിച്ച് നൂതനമായ കാര്യങ്ങൾ നാം കണ്ടെത്തുമ്പോഴും ഒക്കെ നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ്. ഒന്നാമതായിട്ട്. മറ്റൊന്ന്, എനിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എവിടെയാണോ ആയിരിക്കുന്നത് ആ സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളത്. ഞാനൊരു കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഞാൻ അധ്വാനിക്കണം. ഞാനൊരു സമർപ്പിതനാണെങ്കിൽ ആ സമർപ്പിതൻ്റെ രീതിയിലുള്ള ജോലികൾ എനിക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അധ്വാനിക്കാതെ ഒന്നും നേടാൻ കഴിയില്ല എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കണം. വിശുദ്ധ യൗസേപ്പ് ദൈവഹിതം മനസ്സിലാക്കി, തൻ്റെ വിളി മനസ്സിലാക്കി, ആ വിളിക്കനുസൃതമായി സേവനം ചെയ്യുവാൻ തയ്യാറാവുമ്പോൾ അവന് സാമൂഹ്യ പരിഷ്കർത്താവായി കാണാം. വേണമെങ്കിൽ നിശബ്ദനായി നന്മയോടെ കാര്യങ്ങൾ ചെയ്തു പോയവൻ, ആരെയും കുറ്റപ്പെടുത്താതെ നീതിപൂർവകമായി കൂടെയുണ്ടായിരുന്നവരെ സംരക്ഷിച്ചവൻ, അനാവശ്യമായ ബഹളങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാം നല്ല വൃത്തിയായി ചെയ്തു പോയവൻ, കൂടെയുള്ളവർക്ക് എപ്രകാരം നന്മ കൊടുക്കണമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തവൻ, ഒരു പിതാവ് എന്ന രീതിയിൽ അവൻ തൻ്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചപ്പോൾ, ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ അവൻ തൻ്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചപ്പോൾ, ഇതൊക്കെ നമ്മൾ ക്രൈസ്തവരുടെ ജീവിത ശീലങ്ങളായി അവനൊരു മാതൃകയായി തന്നതാണ്. അങ്ങനെയെങ്കിൽ എപ്രകാരം നാം ഇന്നീ രാത്രിയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലിരിക്കുമ്പോൾ അവൻ പഠിച്ച, അവൻ ജീവിച്ച ജീവിതശൈലിയുമായി അധ്വാനത്തിൻ്റെ ഒരു നന്മയുടെ ഭാഗം എപ്രകാരം ഞാൻ ജീവിക്കുന്നു? എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ അധ്വാനിക്കുന്നത് നന്മയോടെയാണോ? അതോ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണോ? എപ്രകാരം എൻ്റെ അധ്വാനം എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബത്തിലുള്ളവർ ആസ്വദിക്കുന്നു? അവർക്ക് നന്മയോടെ കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോടൊപ്പം ഓർക്കണം, അമ്മമാർ, ജീവിത പങ്കാളിയില്ലാതെ മക്കളെ വളർത്തുന്ന അംഗങ്ങളുടെ എണ്ണം നമ്മളുടെ സമൂഹത്തിൽ കൂടി വരുമ്പോൾ പിതാവിനെ മാത്രം കണ്ടാൽ പോരാ, മാതാവിനെ കൂടി കാണണം. കൂടെയുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ ഭാഗമായി, ജോലിക്ക് വേണ്ടി ഒത്തിരി പഠിച്ചു കഴിഞ്ഞിട്ടും കഷ്ടപ്പെട്ട് അലയുന്ന മക്കളെ നമുക്ക് ഓർക്കാൻ സാധിക്കണം. ഇതൊക്കെ ഈ സമൂഹത്തിൻ്റെ മറ്റൊരു മുഖം തന്നെയാണ്. ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളിൻ്റെ ഈ തലേ രാത്രിയുടെ നിമിഷങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ
ഒരു നിമിഷം ഈശോയിലേക്കൊന്ന് നോക്കാം. ഈശോയെ ദിവ്യകാരുണ്യനാഥ, നിൻ്റെ പിതാവ് ശക്തമായ അധ്വാനത്തിൻ്റെ മാതൃകയായി ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവനിൽ നിന്ന് നീ പഠിച്ച അധ്വാനത്തിൻ്റെ വഴികൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഈശോയെ ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്ക് അധ്വാനിക്കുവാനുള്ള മനസ്സ് നൽകണമേ. അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് നല്ല ജോലി സാധ്യതകൾ നൽകണമേ ഈശോയെ. പഠിക്കുന്ന മക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള നല്ല ജോലികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റു രാജ്യങ്ങളിൽ കുടുംബത്തിനായി അധ്വാനിക്കുന്നവരെ ഓർക്കാം, ജോലി ചെയ്യുന്നവരെ ഓർക്കാം, മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം, പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു പോയിട്ടുള്ളവരെ ഓർക്കാം, ജോലി കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുത്ത് വഞ്ചിക്കപ്പെട്ടവരെ ഓർക്കാം, അവരുടെ ജീവിതാവസ്ഥകളെ ഓർക്കാം. ഈശോയെ ദിവ്യകാരുണ്യനാഥ, സമർപ്പിക്കുന്നു സർവരെയും. വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായി ഞങ്ങൾ നിമിഷത്തിൽ അപേക്ഷിക്കുകയാണ്. നിൻ്റെ പിതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണമേ. അധ്വാനിക്കുന്നവരെയും അധ്വാനിക്കുവാൻ മനസ്സില്ലാത്തവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ കുടുംബങ്ങളെ നീ കാത്തുകൊള്ളണമേ. തെറ്റായ മാർഗങ്ങളിൽ പെടാതിരിക്കുവാൻ, പെട്ടെന്നുള്ള സാമ്പത്തികമായ വരുമാനത്തിനായിട്ട് ശരിയല്ലാത്ത വഴികളിലൂടെ നീങ്ങാതിരിക്കുവാൻ, സമൂഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ ഈശോയെ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകമായും ദൂരങ്ങളിൽ പഠിക്കുന്ന, ജോലി ചെയ്യുന്ന ജീവിത പങ്കാളികളെ, മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, സ്നേഹിതരെ നോക്കോർക്കാം. ഈശോയുടെ അനുഗ്രഹത്തിനായി വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശാന്തമായ നിദ്ര ആശംസിക്കുന്നു. ഈശോയോടൊപ്പം പുലർക്കാലത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.